പ്രിയമുള്ളവരെ, സർവോപരി സ്വതന്ത്രനും ധീരനും സർഗാത്മകനുമായ മനുഷ്യൻ ഭീരുവും പരതന്ത്രനുമായി തീർന്ന് തന്റെ സൃഷ്ടിപരത വംശവൃദ്ധിക്ക് വേണ്ടി മാത്രം ചെലവിട്ട് വൃദ്ധവേഷം കെട്ടിയ കുട്ടിയായി മരിച്ചു പോകുന്നുവെങ്കിൽ, പ്രിയമുള്ളവളെ, മനുഷ്യനായി പിറന്നതിൽ അഭിമാനിക്കാൻ ഒന്നുമില്ല. സുഭാഷ് ചന്ദ്രൻ മനുഷ്യനിരാമുഖം എന്ന പുസ്തകത്തിന്റെ ആമുഖ വചനങ്ങളായി എഴുതി വെച്ച വാക്കുകളാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. എൻ്റെ പേര് സഹദ്, കോഴിക്കോട് പയ്യോളി സ്വദേശിയാണ്. കേരള നിയമസഭ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിന്റെ ഭാഗമായി പുസ്തകാസ്വാദനത്തിൽ ഏത് പുസ്തകം തിരഞ്ഞെടുക്കണം എന്ന കാര്യത്തിൽ എനിക്ക് ശങ്കയുണ്ടായിട്ടില്ല. കാരണം ഇത്രമേൽ ഹൃദയഹാരിയായ വായനാനുഭവം സമ്മാനിച്ച മനുഷ്യനാമുഖം തന്നെയാണ് എനിക്കിവിടെ പരിചയപ്പെടുത്താനുള്ളത്. സമുദ്രശില, ഘടികാരങ്ങൾ നിലക്കുന്ന സമയം, കഥയാക്കാനാവാതെ, ഒരിക്കൽ തുടങ്ങിയ മനോഹരമായ കാൽപ്പനിക സൃഷ്ടികൾ മലയാളത്തിന് സമ്മാനിച്ച വളർന്നു വരുന്ന യുവ എഴുത്തുകാരൻ തന്നെയാണ് സുഭാഷ് ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ പ്രഥമ നോവലായ മനുഷ്യനിരാമുഖം ഓടക്കുഴൽ, വയലാർ അവാർഡ് അടക്കമുള്ള വിവിധ അവാർഡുകൾ നേടി എന്ന് പറയുമ്പോൾ ആ നോവലിന്റെ കാമ്പും കഴമ്പും എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു പോകുന്നു. തച്ചനക്കര എന്ന സാങ്കല്പിക ഗ്രാമത്തെ പശ്ചാത്തലമാക്കി ജിതേന്ദ്രൻ എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെ ജിതേന്ദ്രന്റെ മുൻപിൻ തലമുറകളുടെ കഥ പറയുന്നതിലൂടെയുള്ള സഞ്ചാരമാണ് മനുഷ്യനാമുഖം. ഈ സഞ്ചാരത്തിനിടയിൽ മലയാളിയുടെ 100 വർഷത്തെ സാമൂഹിക സാംസ്കാരിക വേരുകൾ ചികഞ്ഞു പരിശോധിക്കാൻ എഴുത്തുകാരൻ ശ്രമിക്കുന്നു. ജിതേന്ദ്രന്റെ മുതുമുത്തച്ഛന്റെ മരണത്തിൽ നിന്ന് തുടങ്ങി ജിതേന്ദ്രന്റെ മരണത്തിൽ അവസാനിക്കുമ്പോൾ, മരണത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന ഈ നോവൽ പലയിടത്തും മരണത്തിന്റെ ഭാവം നിഴലിച്ചു നിൽക്കുന്നതായി കാണാൻ സാധിക്കും. ജനന മരണങ്ങൾക്കിടയിൽ ജീവിതത്തിന്റെ അർത്ഥം എന്ത് എന്ന ചോദ്യം ഒരു ഒളിയമ്പായി ഈ നോവൽ പലപ്പോഴും എഴുതിവിടുന്നു. ജീവിതം പോലും താൽക്കാലികമാകുമ്പോൾ എങ്ങനെയാണ് മേൽവിലാസം സ്ഥിരമാകുന്നത് എന്ന ചോദ്യത്തിലൂടെ ജീവിതത്തിന്റെ നൈമിഷികതയെ വളരെ മനോഹരമായി അവതരിപ്പിക്കാൻ നോവലിസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. കടഞ്ഞെടുത്ത ഭാഷ തന്നെയാണ് എഴുത്തിന്റെ മറ്റൊരു പ്രത്യേകതയായി പറയാനുള്ളത്. വളരെ സരളമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും അതിന്റെ അർത്ഥ തീവ്രത അനുവാചകരെ പലപ്പോഴും അത്ഭുതരാക്കുന്നു. ഉദാഹരണത്തിന് സ്മൃതി, മൃതി തുടങ്ങിയ പദങ്ങൾ നാം ദിനേന കേൾക്കുന്നതാണ്. പക്ഷേ സ്മൃതി എന്ന പദം അത് പതിയെ വാങ്ങി തുടങ്ങുമ്പോൾ മൃതി തെളിഞ്ഞു വരുന്നുവെന്നും, അഥവാ ഒരാൾ മരിക്കുന്നതോടുകൂടി ഓർമ്മകൾ നശിച്ചു പോകലല്ല, മറിച്ച് ഓർമ്മകൾ നശിച്ചു തുടങ്ങുമ്പോൾ ഒരാൾ മരിച്ചു തുടങ്ങുന്നു എന്ന യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഷാ നൈപുണ്യത്തിന് വളരെ മികച്ച ഉദാഹരണമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി വേർതിരിച്ചുകൊണ്ട് ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും ഒരേ സമയം ചേക്കേറിക്കൊണ്ടുള്ള ഒരു എഴുത്ത് രീതിയാണ് സുഭാഷ് ചന്ദ്രൻ ചിത്രീകരിച്ചിട്ടുള്ളത്. പലപ്പോഴും ഈ ഒരു സമയത്തിന്റെ സഞ്ചാരത്തിനിടയിൽ വായനക്കാരൻ പലപ്പോഴും ശങ്കിച്ചു പോകുന്നു എന്നുള്ളത് ഈ നോവലിന്റെ സവിശേഷതയായി നാം മനസ്സിലാക്കുന്നു. ധർമ്മം പറയുന്നിടത്ത് നാരായണ ഗുരുവിനെയും, കാമം പറയുന്നിടത്ത് സിഗ്മണ്ട് ഫ്രോയിഡിനെയും ഒക്കെ കൊണ്ടുവന്ന് തന്റെ എഴുത്തിന്റെ ആധികാരികത അദ്ദേഹം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. പുസ്തക വായനയിൽ ഒരു പേർനോട്ടമുണ്ട്, അഥവാ തുറന്നു വെച്ച പുസ്തകം നേരെടുത്ത് ചെയ്യുക ഒരു ശിരസിനെ സൂചിപ്പിക്കുന്നുവെന്നും, കുടികൾക്കുള്ളിൽ പേൻ എന്ന പോലെ വരികൾക്കിടയിൽ ആശയങ്ങൾ ഒളിച്ചിരിക്കുന്നുവെന്നും എഴുത്തുകാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഷ തന്നെ കടുമെടുത്ത് പറയുമ്പോൾ ഒരുപാട് ആശയങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ച, അതേസമയം വളരെ യാഥാർത്ഥികമായ അവതരണത്തിലൂടെ അനുവാചകന്റെ ഹൃദയം കവർന്നെടുക്കുന്ന ഒരു നോവൽ തന്നെയാണ് മനുഷ്യനാമുഖം. അതിലെ ജിതേന്ദ്രന്റെ മകൾക്ക് ഒരു അനുവാചകൻ ആഭരണം സമ്മാനമായി അയച്ചു എന്ന് എഴുത്തുകാരൻ ഒരു അനുഭവത്തിൽ പറയുന്നുണ്ട്. അത്രമേൽ റിയലിസ്റ്റിക്കായി വായനക്കാരന്റെ ഹൃദയം തൊടുന്ന രൂപത്തിൽ നോവലിസ്റ്റ് തന്റെ രചന ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പൂർണ്ണ വളർച്ചയ്ക്ക് മുമ്പ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന അടിവരയിട്ടുകൊണ്ട് നോവലോടെ സമാപിക്കുന്നു. എന്തുകൊണ്ട് മികച്ച വായനാനുഭവം തന്നെയാണ് മനുഷ്യനാമുഖം. നന്ദി, നമസ്കാരം.